ഏത്തപ്പഴം കൊണ്ട് ഉണ്ടാക്കിയ കട്ട്ലറ്റാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നന്നായി പഴുത്ത ഏത്തപ്പഴം ഒന്ന് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുക. ഇത് നന്നായിട്ട് ഉടച്ച് എടുക്കണം. നല്ലവണ്ണം ഉടയ്ക്കണം. നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് നമുക്ക് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഒന്ന് ചുമക്കുന്നവരെ വറുത്തെടുക്കാം. ഈ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു കുറച്ച് തേങ്ങ ചിരവിയത് തേങ്ങ ഒന്ന് ചുമക്കുന്ന ഒരുപാട് ചുമക്കണ്ട ഒരു പരുവാകുമ്പം ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം മിശ്രിതത്തിലേക്ക് ഇട്ട് കുറച്ച് ബ്രെഡിൻ്റെ പൊടി, ഒരു 4-5 സ്പൂൺ ബ്രെഡിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കുക. ഇതിലേക്ക് അല്പം ഏലക്കാപ്പൊടി ഇടണം. അതിനുശേഷം ഒരു മുട്ട നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുത്തിട്ട് ഈ ഏത്തപ്പഴത്തിൻ്റെ മിശ്രിതം ഒരു ഉരുളകളാക്കി ചെറിയ കയ്യിൽ വെച്ചൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഈ മുട്ടയ്ക്കകത്തിൽ മുക്കി ബ്രെഡിൻ്റെ പൊടിക്കകത്തിൽ ഇട്ടിട്ട് എണ്ണയിൽ വറുത്ത് കോരുക. ബ്രെഡ് ഇതൊരു 3-4 കഷ്ണം ബ്രെഡ് എടുത്ത് മിക്സിയുടെ ചെറിയ ജാറിനകത്തിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണിത്. ഇതാ ഇങ്ങനെ വറുത്ത് കോരുക. തീയെ സിമ്മിലിടണം, തീ കൂട്ടിയിടരുത്. തീ കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോവും. സിമ്മിലിട്ട് ഇങ്ങനെ വറുത്ത് കോരുക. ഇതാ വളരെ വേഗം, ഭയങ്കര ടേസ്റ്റാണ് ഇതിന് കേട്ടോ. രുചികരമായ ഏത്തപ്പഴം കട്ട്ലറ്റ്. ഏത്തപ്പഴം കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു വളരെ നല്ല കട്ട്ലറ്റാണിത്. അപ്പോൾ നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കുമല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. ബൈ.